ചിന്തിക്കാനുള്ളൊരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഈ അടിയൊഴുക്കെന്ന് കേട്ടിട്ടില്ലേ? കായലിലും കടലിലൊക്കെ അടിയൊഴുക്കിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. നീന്താൻ അറിയാവുന്ന ആളായപ്പോഴും തട്ടിപ്പോവും, ബ്രീത്തിങ് ശ്വാസം എടുക്കാൻ പറ്റാതെ. അപ്പോൾ ഈ അടിയൊഴുക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. എയർ കട്ടറുണ്ട്, എയർ കട്ടർ. ഇപ്പോൾ എയർ കട്ടർ എന്ന് പറഞ്ഞാൽ എയർ ഇല്ലാത്ത സ്ഥലത്ത് ഈ ഫ്ലൈറ്റ് പെട്ടെന്ന് അങ്ങ് താഴും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതേപോലുള്ള എയർ ബലൂൺസ്, അവിടെ എയർ ഇല്ലെന്ന് പറയും, ഇവിടെ കടലിനടിയിൽ എയർ ബലൂൺസ് ഉണ്ടോ എന്നുള്ളതാണ്. എയർ ബലൂൺസ്, എയറുള്ള കടലിനകത്ത് അങ്ങനെയുള്ള എയർ ബലൂൺസ് പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വെള്ളം വലിക്കും. അങ്ങനെ അടിയൊഴുക്കുണ്ടായിക്കൂടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ വേറെ പല രീതിയിൽ ചിന്തിക്കാം. പക്ഷേ ഇത് ഞാൻ ചിന്തിച്ചത് ശരിയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയിട്ട് ശരിയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അല്ലെങ്കിലും ഷെയർ ചെയ്തോളൂ, പ്രശ്നമില്ല. അപ്പോൾ അടിയൊഴുക്കിനെ പറ്റി ചിന്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇല്ലേ, അതിൻ്റെ ഉപ്പ് രസം ചേർന്ന കടലാണെങ്കിൽ അപ്പോൾ ഓരോ ലെയറിന് ചിലപ്പം അതിൻ്റെ ആ തിക്നെസ്, വെള്ളത്തിൻ്റെ തിക്നെസ്സോ, അപ്പോൾ അതിൽ കൂടെ ഉണ്ടാകുന്നൊരു വ്യത്യാസത്തിൽ വേണമെങ്കിലും ഈ അടിയൊഴുക്ക് ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ ഈ രണ്ട് കടൽ കണ്ടിട്ടില്ലേ, ഈ ഒന്നാമതിരിക്കുന്ന രണ്ട് കടൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെയൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാം. പക്ഷേ അതല്ല ഇപ്പോൾ ചോദിക്കുന്നത്, എയർ കട്ടറിനെ പറ്റിയാണ്. കടലിനടിയിൽ എയർ ഉണ്ടോ? എയർ കട്ടർ, എയർ ബബിൾസ്, എയർ ബലൂൺസ്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ID റജി IPS ആണ്. അനദർ യൂട്യൂബ് ചാനൽ ID റജി മാത്യു പോത്തർ. See the playlist for songs. Thank you for watching. All rights reserved for this video.